ഹോർട്ടികോർപ്പിന്റെ ജില്ലാ സംഭരണ കേന്ദ്രം അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വിവരം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഏത് പരിപാടിയാണെങ്കിലും ഏത് പ്രോജക്റ്റ് ആണെങ്കിലും കാലതാമസം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശാപം. ഒരു കൊല്ലം കൊണ്ട് തീരേണ്ട പ്രവർത്തനം 5 കൊല്ലമായാലും തീർക്കാൻ പറ്റുന്നില്ല. അത് ഒരു വലിയ ശാപമാണ്. ഇവിടെ ഇത് 50 ദിവസം കൊണ്ടാണ് ഇത് പണി തീർത്തതെന്ന് കേട്ടിട്ട് ഞാനിത് നേരിട്ട് കാണുന്നത് കൊണ്ട് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഞാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഹോർട്ടികോർപ്പിനെയും അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനെയും കോൺട്രാക്ടർ ശ്രീ രാജുവിനെയും എല്ലാം അഭിനന്ദിക്കുകയാണ്. നമുക്ക് കാര്യങ്ങൾ ഇതുപോലെ ചെയ്യണം, ദിവസങ്ങൾ എണ്ണി കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഇന്നിപ്പം പച്ചക്കറി സംഭരണ കേന്ദ്രം എന്ന് പറയുമ്പോൾ അതിന് കർഷകർക്ക് ആശ്വാസം, കർഷകർക്ക് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്താൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ, ന്യായമായ വിലയ്ക്ക് വാങ്ങാൻ ഒരു സംവിധാനം ഉണ്ട് എന്ന് വന്നാൽ കർഷകർക്കൊരു ആത്മവിശ്വാസമാണ്. കാരണം മാർക്കറ്റിംഗ് ഒരു വലിയ പ്രശ്നമാണ്. കാര്യം പച്ചക്കറിക്ക് ഇവിടെ വലിയ ക്ഷാമമാണ്, വലിയ ഡിമാൻഡാണ്. പക്ഷെ എന്നാലും കർഷകന് വില കിട്ടണമെങ്കിൽ അത് വാങ്ങാൻ ഒരു സംവിധാനം ഉണ്ടായിക്കേ പറ്റൂ. അപ്പൊ അവിടെ ഇതിന് വലിയൊരു പ്രാധാന്യം അതാണ്, കർഷകനൊരു ആത്മവിശ്വാസം. കൂടുതൽ കൃഷി ചെയ്യാനും കൂടുതൽ അധ്വാനിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും ഒക്കെ ഒരു ആത്മവിശ്വാസം. അതിന് അതുപോലെ തന്നെയാണ് കൺസ്യൂമേഴ്സിന്. ഇടനിലക്കാര് വലിയ ലാഭമെടുക്കുന്നത് തടഞ്ഞുകൊണ്ട് മാർക്കറ്റ് വിലയേക്കാൾ 30% വരെ കുറവോടുകൂടി ഏറ്റവും നല്ല പച്ചക്കറികൾ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം അതിവിടെ കൺസ്യൂമേഴ്സിനും വളരെ പ്രയോജനം ചെയ്യും. അപ്പൊ ഈ പച്ചക്കറി ജില്ലാ സംഭരണ കേന്ദ്രം കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കും. അതിന് മുൻകൈ എടുത്ത് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ വില വർധനവിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇതൊരു വലിയ ആശ്വാസമായിട്ട് മാറണം. ഞാനിപ്പം പലവട്ടം ഈ ഓണത്തിന്റെ വിൽപ്പന സംബന്ധിച്ച് തന്നെ ചർച്ചകൾ നടത്തിയുണ്ടായി. കൃഷിമന്ത്രി ശ്രീ KP മോഹനും സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ CN ബാലകൃഷ്ണനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള കോൺഫറൻസാണ്. കാരണം ഓണക്കാലത്ത് വില നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു വെല്ലുവിളിയായിട്ടാണ് ഗവൺമെന്റ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി പണം എത്ര ചെലവഴിക്കേണ്ടി വന്നാലും അത് ഒരധിക ചെലവായി ഗവൺമെന്റ് കാണുന്നില്ല. ഇപ്രാവശ്യത്തെ ഓണം നമ്മുടെ അന്തർദേശീയ അടിസ്ഥാനം നോക്കിയാലും ദേശീയ അടിസ്ഥാനത്തിലായാലും കേരളത്തിലായാലും എല്ലാം വിലവർദ്ധനവിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഓണം നടക്കുന്നത്. ആ കാലത്ത് നമുക്ക് സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് മിതമായ വിലയ്ക്ക് സാധനങ്ങൾ എത്തിക്കുക, പ്രത്യേകിച്ച് പച്ചക്കറികൾ എത്തിക്കുക. അത് ഹോർട്ടികോർപ്പ് ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ ഏറ്റെടുത്തിട്ടുണ്ട്. വിവിധമായ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു വലിയ വിജയമായി മാറട്ടെ. ഗവൺമെന്റിന്റെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഈ കാര്യത്തിനുണ്ടാകും. ഗവൺമെന്റിന്റെ ഒറ്റ ലക്ഷ്യം അത് ഇവിടെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറികൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു സമീപനമാണ് ശ്രീ ലാൽ വർഗീസിന്റെ നേതൃത്വത്തിൽ ഹോർട്ടികോർപ്പ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതിനൊക്കെ അവരോട് പ്രത്യേക നന്ദിയുണ്ട്. ഇത് കഴിഞ്ഞ് ഓണം നമുക്ക് ഏറ്റവും നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഡ്വാൻസായിട്ട് ഓണ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.